1957-58 കാലഘട്ടം. വിദ്യാലയങ്ങളിൽ ഒരണ സമരം കൊടുമ്പിരി കൊണ്ട കാലം. പുതുപ്പള്ളിയിലെ VJ വുമൻ സ്കൂളിലും സമരത്തിൻ്റെ അലയൊലികൾ. മുന്നിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു 14കാരൻ. കേരളം അതുവരെയും കണ്ടിട്ടില്ലാത്ത പുതിയ രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരൻ. പേര് ഉമ്മൻചാണ്ടി. ജനങ്ങൾ നെഞ്ചിൽ കൊണ്ട് നടന്ന് വാഴ്ത്തിയ ഒരു നേതാവിൻ്റെ ജീവിതം അവിടെ തുടങ്ങുന്നു. എഴുപതുകളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് പുതുപ്പള്ളി CPMൻ്റെ ചെങ്കോട്ടയാണ്. പരാജയഭീതിയിൽ മുതിർന്ന കോൺഗ്രസ്സുകാർ പകച്ചു നിന്നു. ധൈര്യപൂർവം ആ 27കാരൻ മത്സരിക്കാൻ മുന്നിലേക്കെത്തി. ചോദിച്ചത് വോട്ടാണെങ്കിലും ആ 27കാരന് പുതുപ്പള്ളിക്കാർ നൽകിയത് ഹൃദയം കൂടിയായിരുന്നു. അരപ്പതിറ്റാണ്ടിലും മിടിപ്പ് നിലയ്ക്കാത്ത, മിടിപ്പവസാനിക്കാത്ത ഹൃദയം. ആ 27കാരൻ കാലങ്ങൾക്കിപ്പുറം കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായി മാറി. 4 തവണ മന്ത്രി, 2 തവണ കേരളം ഭരിച്ച മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവായും സ്ഥാനമലങ്കരിച്ചു. രാഷ്ട്രീയക്കാരനായി ശോഭിക്കുമ്പോഴും അയാൾ സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. ഊണും ഉറക്കവുമില്ലാതെ അദ്ദേഹം തൻ്റെ മുഴുവൻ സമയവും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ആൾക്കൂട്ടത്തിലല്ലാതെ ഉമ്മൻചാണ്ടിയെ കാണാൻ പറ്റില്ലെന്നായി. രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി വാനോളം ഉയർന്നപ്പോൾ സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ കുഞ്ഞു കുഞ്ഞായി അയാൾ ആഴത്തിൽ ആഴ്ന്നിറങ്ങി. ഒടുവിൽ ആ ദിനം വന്നെത്തി. ആളുകൾക്കിടയിൽ നിന്നും ആ മനുഷ്യൻ തനിയെ യാത്ര തിരിച്ചു. ഇന്ന് ജൂലൈ 18. പുതുപ്പള്ളിക്കാരുടെ ഇടയിൽ നിന്നും കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഹൃദയമായി മാറിയ ആ മനുഷ്യസ്നേഹി ഓർമ്മയായ ദിവസം. കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾക്ക് ഇന്ന് 1 വർഷം. ജനക്കൂട്ടത്തിന് നാഥനെ നഷ്ടമായ ദിവസം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. ഇന്ന് നേതാക്കന്മാർ പലരും ജനങ്ങൾക്കിടയിൽ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടികളില്ലാതെ വരാൻ ഭയക്കുമ്പോൾ, നേട്ടങ്ങളുടെ പിതൃത്വം തട്ടിയെടുക്കാൻ അടിപിടി കൂടുമ്പോൾ, മുടി ചീകി ഒതുക്കി ഇസ്തിരിയിട്ട കുപ്പായങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ, പുതിയ തലമുറയോട് നമുക്ക് പറയാം, ഇങ്ങനെയും ഒരു നേതാവ് ഇവിടെ ജീവിച്ചിരുന്നുവെന്ന്. സ്വയം മറന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു നേതാവ്. ഇന്നും മരിക്കാത്ത ഓർമ്മകളുമായി ജനഹൃദയത്തിൻ അധിപതിയായി ജീവിക്കുന്ന ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല.